ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദിവ്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ഇമ്മിയുടെയും സ്മിതയുടെയും പ്രകാശേട്ടൻ്റെയും 10th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി ഞങ്ങളിവിടെ ഒരുമിച്ച് പൂനെയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെയും സ്മിതയുടെയും 10th ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ ഞാനും സ്മിതയും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഇമ്മിയുടെയും പ്രകാശേട്ടൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് അവരുടെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാനും അവളും മീറ്റ് ചെയ്യുന്നത്. സോ അവിടെ തുടങ്ങി ഇപ്പോൾ 10 years ആയി. അപ്പോൾ അതാണ് ഈ വീഡിയോ എനിക്ക് കുറച്ചധികം സ്പെഷ്യലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 3-4 days അവരിവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പൂനെയിലും മുംബൈയിലൊക്കെ ആയിട്ടാണ് ചെറിയ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വീട്ടിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പൂനെയിലുള്ള ഡേ 1 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് വന്നിട്ട് ഒരു ടാറ്റു ആൻഡ് ഇയർ പിയേഴ്സിങ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞങ്ങൾ പോയത് വന്നിട്ട് ടാറ്റൂസ് 1960 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഇയർ പിയേഴ്സിങ് ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. സോ ഞങ്ങളുടെ 10th ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറി, 10th വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് സോ അതെപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഇതായിരിക്കുമല്ലോ, ഓക്കെ ഇത് നമ്മുടെ 10th ആനിവേഴ്സറി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തതാണെന്നുള്ള. അപ്പം ഫൈനലി ഇവർക്ക് 3 പേർക്കും ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാനാണ് കൺവിൻസ് ചെയ്തത്. ഇമ്മി ഓൾറെഡി 2 സ്റ്റഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്മിയുടെ 3ാമത്തെ പിയേഴ്സിങ് ആണ്. പ്രകാശേട്ടൻ്റെ ഫസ്റ്റാണ്, എൻ്റെയും സ്മിതയുടെയും 2nd സ്റ്റഡ്. അപ്പോൾ അങ്ങനെയായിരുന്നു. ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഓക്കെ ആയിരുന്നു. ഇവർക്ക് 3 പേർക്കും പെട്ടെന്ന് ഹീലായി. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് എൻ്റെ ആ സ്റ്റെമ്മിൻ്റെ അത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹീലാവാൻ. അപ്പോൾ ഞാനിപ്പം ഈ ഡബ് ചെയ്യുന്ന സമയത്ത് എൻ്റെത് കംപ്ലീറ്റ്ലി ഹീലായി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 4 പേരുടെയും പിയേഴ്സിങ് ഒക്കെ പ്രശ്നമില്ലാണ്ട് നന്നായിട്ട് ഹീലായിട്ടുണ്ട് ഇപ്പോൾ. സോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. ദ റസൽ നെസ്റ്റ് റെസ്റ്റോ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സ്പേസ് ആയിരുന്നു അത്. അത്യാവശ്യം നമുക്ക് ഫോട്ടോസിനാണെങ്കിലും വീഡിയോസിനൊക്കെ ആണെങ്കിലും പിന്നെ അവരുടെ ആംബിയൻസ് ആണെങ്കിലും ഒക്കെ നല്ലതായിരുന്നു. അപ്പം ഞാനും ഇമ്മിയും ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ലതാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഇരുന്നു, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു, കുറേ അധികം നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. കാര്യം ഇന്നിന് ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു. പിന്നെ രാത്രിത്തെ കുക്കിങ്ങൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം, പിള്ളേരുടെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ പൂനെയിലുള്ള. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ മൂവി കാണാനാണ് പോയത്. ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മൂവിയായിരുന്നു. പക്ഷേ ആകെ ഒറ്റ ഷോയേ ഉണ്ടായിരുന്നുള്ളൂ, അതും രാവിലെ 10:30 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹറിബറിയിലൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഓടിപ്പടച്ചിട്ടാണ് ഞങ്ങൾ തിയേറ്ററിലെത്തിയത്. സോ അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയത് ടസ്കാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. നല്ല ഫുഡൊക്കെയാണ് അവിടുത്തെ. അപ്പോൾ ഞാനും ഇമ്മി ഇതിന് മുന്നേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണം ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് രാവിലെ തൊട്ടിട്ട് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. പക്ഷേ ഈ മൂവിയുടെ ടൈമിങ് ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ആ ഒരു പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റി. ഞാൻ കംപ്ലീറ്റ്ലി മറന്നേ പോയി വീഡിയോയുടെ ഒരു ഇതൊക്കെ. പിന്നെ എനിക്ക് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കണമായിരുന്നല്ലോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഓർമ്മ തന്നെ വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. കുറച്ചധികം നേരം ഇരുന്ന് എപ്പോഴും പറയണ പോലെ സംസാരിച്ചു. പിന്നെ ഡെസേർട്ടൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേർക്ക് പുറത്തുനിന്ന് മതി എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. സോ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി പരിപാടി. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ മുംബൈയിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മുംബൈയിൽ എത്താനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ, അതായത് ഞങ്ങളൊരു 10:30 കഴിയുമ്പോൾ എത്തുന്ന പോലെ ആയിരുന്നു ഫസ്റ്റ് കാണിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദൂരം ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട്
പെട്ടെന്ന് ട്രാഫിക്കും ഇതുമൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം അനങ്ങാതെ നിന്നു. അതായപ്പോഴത്തേനും പിന്നെ ടൈമിംഗ് കാണിച്ചു, ഇനി 6 hours ആവും എത്താൻ. 6 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ എത്തുന്ന പോലെ. എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം തന്നെ ഞങ്ങളത് പോവും. പിന്നെ അത് കുറച്ച് പിന്നെ ഓടി തുടങ്ങിയപ്പോൾ പിന്നും ബാക്ക് ടു 10:30 കഴിയുമ്പോൾ എത്തണ പോലെയായി. അപ്പോൾ അതൊരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളൊരു ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇമ്മിയും പ്രകാശേട്ടനും പോയിട്ട് നല്ല എന്താ പറയുക, ദോശയും ഫിൽറ്റർ കോഫിയും അതൊക്കെയാണ് അവർ കഴിച്ചത്. അപ്പം ഞാനും സ്മിതയും പിള്ളേരും പെട്ടെന്ന് KFC രാവിലെ തുറന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ പിന്നെ അത് മതി എന്നുള്ളൊരിതായി. പിന്നെ ഞങ്ങൾ KFC എന്നാണ് ഞങ്ങൾ കഴിച്ചത്. സോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുംബൈ ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്കും സ്മിതയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് 2.5 കൊല്ലമായി. ഇതുവരെ ഞാൻ മുംബൈ കണ്ടിട്ടില്ല. ഐ മീൻ ഇങ്ങനെ ഇപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പോലെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് നടക്കുന്നത് അവൾ വരുന്നോണ്ടാണ്. അതുപോലെ അവൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നീ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പൂനെ മുംബൈ അങ്ങനെ ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വരേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഒരു ട്രിപ്പെന്ന് ചിന്തിച്ചാൽ പോലും മേ ബി ഇങ്ങോട്ട് വരില്ല. അപ്പം നീ കാരണമാണ് എനിക്ക് മുംബൈ കാണാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു അവളുടെ ഒരു ഇത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുമായിരുന്നു. ഫോട്ടോസ് എങ്ങനെ എടുക്കണം, എവിടെ നിന്ന് വീഡിയോസ് എടുക്കണം, പിക്ചേഴ്സ്, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫുൾ ടൈം. പിന്നെ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, എവിടെ പോകണം, എന്നാക്കിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെത്തി. ഞങ്ങൾ CSMTയിൽ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. കാര്യം നമ്മൾ ഇനി പോകുന്നിടത്തൊക്കെ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ ഒരു 3 hours 300 rupees എന്നുള്ള രീതിയിൽ അവിടെ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബസ്സിലൊക്കെയാണ് പോയത്. അത് ശരിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഇതുമായിരുന്നു ഞങ്ങൾക്ക് ആ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. ഡബിൾ ഡെക്കർ ബസ്സായിരുന്നു. അപ്പോൾ പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ട് ആ ഒരു ടോപ്പിലിരുന്ന് ഒക്കെ കാണുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ കുഞ്ഞതായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂടുതൽ പിള്ളേരുടെ ഫേസിൽ ഞങ്ങളത് കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ ചെന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ നിന്ന് പിന്നെ ഈ 50 rupees കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരാൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ ന്യൂ താജ്, പഴയ താജ് ഹോട്ടൽ അതൊക്കെ കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് എലിഫൻറ്റ കേവും ഹാജി അലി ദർഗ പോകാനുള്ള ക്യൂവും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ രണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എത്തിയ ആ ടൈമിംഗ് കൊണ്ടിട്ട് തന്നെ മേ ബി അത് ലേറ്റായി ഉണ്ടാവും തോന്നുന്നു. കാര്യം അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു അതിന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം മേ ബി അവിടെ പോകണ്ട, നെക്സ്റ്റ് ടൈം പോവാമെന്ന്, ഇനി എപ്പോഴെങ്കിലും മുംബൈയിൽ വരുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് വന്നിട്ട് മ്യൂസിയം. അപ്പോൾ അവിടെ ഒരാൾക്ക് എൻട്രീന് ഫീ 250 rupees ആയിരുന്നു. അതായത് നമുക്ക് വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസും കൂടെ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 50 rupees എക്സ്ട്രാ. അപ്പോൾ 250 rupees ആയിരുന്നു. പിന്നെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു 40 ആണ് ഒരാൾക്ക്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിയ മ്യൂസിയം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ എനിക്കും സ്മിതയ്ക്കും അങ്ങനെ മ്യൂസിയം ഒക്കെ നടന്ന് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇമ്മിക്ക് വലിയ താല്പര്യമില്ല. പ്രകാശേട്ടൻ വന്നിട്ട് ഓക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്കും ഓക്കെ ആയിരുന്നു. ഇമ്മി ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഇമ്മി പോയങ്ങ് ഇരുന്നു, എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ നടന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും അവളും ഞങ്ങളും പിള്ളേരും പ്രകാശേട്ടനുമാണ് പിന്നെ ബാക്കി ഫുള്ള് നടന്ന് കണ്ടത്. നല്ല മ്യൂസിയം ആയിരുന്നു. അത്യാവശ്യം കുറേ സംഭവങ്ങളുണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ കണ്ടുപോകാനായിട്ട്.
മ്യൂസിയം നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഡൽഹി ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ പേടിച്ചാണ് ബിരിയാണി ഓർഡർ ചെയ്തത്, നന്നാവോ ഇല്ലായോ എന്നൊക്കെ ഇതാക്കിയിട്ട്. പക്ഷേ നല്ല ബിരിയാണിയായിരുന്നു. അധികം മസാല കുത്തുള്ള പോലെ, കാണാനൊരു മഞ്ഞ കളറാണെങ്കിലും അങ്ങനെ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ലൈം സോഡ അവർ നമ്മുടെ ആ ടേബിളിൻ്റെ അവിടെ വന്നിട്ട് അവർ അപ്പം ലൈവ്ലി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് തന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. ഞങ്ങൾ പുറത്ത് ഏകദേശം ഒരു 10-45 മിനിറ്റ് നിന്നിട്ടൊക്കെയാണ് കയറിയത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കൊലാബ കോസ്വേ മാർക്കറ്റ് പോയി. അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല, അത്രയും തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നു. സോ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ മറൈൻ ഡ്രൈവ് പോകാനായിട്ട് അവിടെ നിന്ന് ക്യാബിൽ കയറി. അത് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ പോയി ഇരുന്ന് സൺസെറ്റൊക്കെ കാണാനൊക്കെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ പോയി എത്തിയ സമയം കൊണ്ട് തന്നെ അവിടെ ഫുള്ള് ആൾക്കാർ നിറഞ്ഞു. അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. എല്ലായിടത്തും ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ ഇരുന്ന് അങ്ങനെ അവർ ഓൾറെഡി എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പോകണമായിരുന്നു അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി അധികം നേരം അങ്ങനെ നിൽക്കാനാകുമ്പോൾ പിള്ളേർക്കും റെസ്റ്റ്ലെസ് ആവുന്നു. അവിടെ ഇരിക്കാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവർ അതങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം പയ്യെ നടക്കാം, ഒരു ചായയൊക്കെ കുടിക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ ചായ കുടിക്കാൻ ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ നടന്നു. അവിടുത്തെ ആ ഒരു മെയിൻ ഒരു ക്രോസിങ് ഏരിയ ഉണ്ടായിരുന്നു, അതും ശരിക്കും ഫണ്ണായിരുന്നു. കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ അവിടെ ഒരു ഫേമസ് ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഐസ്ക്രീം കുടിക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്, സാൻഡ്വിച്ച് ഐസ്ക്രീം പോലത്തെ. പക്ഷെ അവിടെ അപാര ക്യൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് സ്കിപ്പ് ചെയ്തു, വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെയും ചായ കുടിക്കാൻ തന്നെ പോയി. തളർന്ന് ഒരു വഴിയായിരിക്കുന്ന തിരിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ രാത്രിയിൽ ആ മുംബൈ സിറ്റി കാണാനുള്ള ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ പോയത് വന്നിട്ട് 26th തലേ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എല്ലാ ബിൽഡിങ്സിനും ആ ഒരു കളറും മൊത്തത്തിലേ അതൊരു വേറൊരു വൈബായിരുന്നു. നമ്മൾ രാവിലെ നമ്മൾ മുംബൈ കണ്ട ആ ഒരു ഇതല്ലായിരുന്നു ആ ഒരു ഈവനിങ്ങിന് ശേഷമുള്ള ആ ഒരു സിറ്റിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ. സോ അതും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ ഡ്രൈവിലും ഞങ്ങൾക്ക് ആ വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ ഞങ്ങൾക്ക് ലിറ്ററലി നമ്മളിപ്പോൾ ഒരു ദുബായ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലുള്ളൊരു വൈബ് പോലെ തോന്നി, ആ വലിയ വലിയ ബിൽഡിങ്സും അതിൻ്റെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ. സോ ആ ഡ്രൈവ് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓരോരോ വീടുകളും കാര്യങ്ങളും, ഓരോ വലിയ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയുക ഫ്ലാറ്റ്സ്, അതിൻ്റെ ഒരു ഭംഗി അതൊക്കെ കണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ രാവിലെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലായിരുന്നു. 12 മണിക്കായിരുന്നു ഞങ്ങളുടെ ചെക്ക് ഇൻ. പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ ലേറ്റ് ആവും എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ രാത്രി ഓൾമോസ്റ്റ് ഒരു 8-8:30 ആയും തോന്നുന്നു ഞങ്ങൾ ഹോട്ടലിൽ എത്താൻ. അപ്പോൾ എന്നിട്ടാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതും അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചതും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസൊക്കെ എടുക്കാൻ ലാസ്റ്റ് ഞങ്ങൾ ടയേർഡായിപ്പോയി. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. ബേബാനെ ഉറക്കാനുള്ള സമയമായി. നിച്ചും ബേബായും ഒക്കെ ശരിക്കും ടയേർഡായി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ മുംബൈയിലെ. സോ ഇതാണ് ഞങ്ങളുടെ റൂം, ഇതാണ് എൻട്രൻസ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ബാത്റൂം. അതിനുശേഷം അവിടെ ഒരു വിൻഡോയാണ്, ചെറിയൊരു വിൻഡോ. പിന്നെ ബെഡും. ഒരു കുഞ്ഞു റൂമാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള റൂമാണ്. ഇന്നലെ രാത്രി വന്ന വെപ്രാളത്തിൽ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു റൂമിൻ്റെ. സെക്കൻഡ് സ്റ്റെപ്പ് ഹീലായി തുടങ്ങി. സോ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഹായ് ബേബു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അവിടെ ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അവർക്ക് അവിടെ ആയിരുന്നു സ്റ്റേ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ അവരുടെ ഇടയിൽ പോയി വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു 3 മണി വരെ ഉള്ളൂ സമയം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ളിൽ എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്യണം, എല്ലാം മാക്സിമം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഷാറുഖ് ഖാൻ്റെ വീട് കാണാനായിട്ടാണ്. മന്നത്ത് സ്മിതയുടെ ഫേവറേറ്റ് ആണ്, ടോപ്പ് 1 ലിസ്റ്റിലുള്ള ആളാണ്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഷാറുഖ് ഖാന്റെ വീട്, മന്നത്ത്.
ഫേവറേറ്റ് ആണ്, ടോപ്പ് ലിസ്റ്റിലുള്ള ആളെ കാണാൻ പറ്റില്ലെങ്കിൽ വീട്. ഒരുപാട് പേരുണ്ട് അവിടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട്. അപ്പം വായോ. ഇതാണ് സച്ചിന്റെ വീട്. അതിപ്പോ കൺസ്ട്രക്ഷൻ നടക്കുവാന്ന് തോന്നുന്നു അതിന്റെ. സോ ബാക്കി എല്ലായിടത്തും കണ്ടിട്ട് ഞങ്ങൾ ലാസ്റ്റ് ബാന്ദ്ര ഫോർട്ടാണ് വന്നത്. അവിടെ നിന്ന് നമുക്ക് ആ സീലിംഗ് ബ്രിഡ്ജിൻ്റെ വ്യൂ ശരിക്കും കിട്ടും എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് 4 o'clock വരെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതുവഴി പോയി കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു വ്യൂ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു നോക്കിയാൽ എന്നാൽ അങ്ങനെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ ആണെങ്കിലും ആ റോഡിൻ്റെ ആ ഒരു വലിയ പാലം ഉള്ളതുകൊണ്ട് പ്രോപ്പർ വ്യൂ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ പോയി നിന്നിട്ട് ആ വീഡിയോ എടുത്ത്. ഇവിടെ ഈ ഇതുള്ളതുകൊണ്ട്, ആ റോഡിൻ്റെ പാലം ഉള്ളതുകൊണ്ട് അത് നമുക്കങ്ങനെ ഫുൾ വ്യൂ കിട്ടാത്ത. എവിടെ നിന്ന് എടുക്കുന്നു കണ്ട പറമ്പിലൊക്കെ കയറി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. നിൽക്കുന്ന എവിടെ ഇമ്മി കണ്ട ഇപ്പൊ ചീത്ത വിളിക്കും. അതേ ഉണ്ട് എൻ്റെ തലയുടെ മേലെ. പിന്നെ ഇവിടെ നിന്ന് സേഫായിട്ട് ഇറങ്ങണം. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ ക്യാൻഡീസ് കഫേയിലാണ് പോയത് ലഞ്ച് കഴിക്കാൻ. പക്ഷെ അത് ഓപ്പൺ അല്ലായിരുന്നു, മൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് റോയൽ ക്യാരേജിലോട്ട് പോയി. അവിടെ ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയം തൊട്ടേ ഞാൻ വന്നിട്ട് ഈ ക്യാൻഡീസ് കഫേയിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞാനും സ്മിതയും ഫുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് എന്നുള്ളതൊക്കെ എനിക്ക് അവൾക്കും കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്ന് പോയി. കാര്യം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉടനെ പിന്നെ ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഞങ്ങൾക്ക് സ്റ്റാർട്ടായി. പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി 6 months ആയി. അപ്പം അവർ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞ സമയം തൊട്ടിട്ട് ഞങ്ങളിങ്ങനെ കൗണ്ട് ചെയ്ത് തുടങ്ങി. ഇനി 5 months, ഇനി 4 months. അത് പിന്നെ എന്താ പറയുക, ഡേയ്സ് ആയി. അത് പിന്നെ ഇനി ഇത്ര മണിക്കൂറേ ഉള്ളൂ, നീ ബോർഡ് ചെയ്തോ, നീ ലാൻഡായി, ഇനി 1 hour, half an hour എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിത്. സോ അവിടെ നിന്ന് ഇപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു വിശ്വാസം അത് വരുന്നില്ല. ബായ് പറയുന്നത് ഇപ്പം എനിക്കിത് പറയുമ്പോഴും എനിക്ക് അത്രയും ആ ഒരു ഭയങ്കര എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടിരിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ ഇനിയും ട്രിപ്സ് പ്ലാൻ ചെയ്യും. ഒരുമിച്ച് ഞങ്ങൾ ഇനി ഒരുപാട് ട്രിപ്സ് ചെയ്യും. സോ until we meet next, I love you so much. I miss you guys so much. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.